പാണ്ഡിരാജ് ഡയറക്റ്റ് ചെയ്തിരിക്കുന്ന പരിമള & കോ ബ്ലാക്ക് കോമഡി ത്രില്ലർ ഫിലിമാണ്. ജയറാം, ഉർവശി, യോഗി ബാബു, സാൻഡി മാസ്റ്റർ, സഞ്ജന കൃഷ്ണമൂർത്തി, അനന്തിക സനൽകുമാർ എന്നിവരാണ് അഭിനയിച്ചിരിക്കുന്നത്. നമുക്കിനി പ്രേക്ഷകരുടെ അഭിപ്രായം കേട്ടു നോക്കാം. എന്ത് തോന്നുന്നു ഒരു നടി എന്നുള്ള നിലയിൽ ഈ ഒരു ജയറാമിന്റെയും അതുപോലെ തന്നെ ജയറാമേട്ടന്റെയും ഉർവശിയുടെയും ഒരു കോംബോ വർഷങ്ങൾക്ക് ശേഷമാണ് തിരിച്ചു വരുന്നത്. ഇത് കാണുമ്പോൾ അല്ലെങ്കിൽ നമ്മൾ ഈ ഒരു പടത്തിലേക്ക് ഇങ്ങനെ വരുന്നുണ്ടെന്ന് പറയുമ്പോൾ നമ്മൾ ഒരുപാട് ആലോചിക്കും. അപ്പൊ എന്ത് തോന്നി ഇത് കണ്ടപ്പോൾ? ആ ഒരു കോംബോ വർക്ക്ഔട്ട് ആയിട്ടുണ്ടോ? ജയറാമേട്ടന്റെ ഒരു കോമഡീസ് ഒക്കെ നല്ലതായിട്ട് വർക്കൗട്ട് ഉണ്ട്. ഓൾസോ അവരുടെ കോംബോ നല്ല രസമായിരുന്നു. ആ പടത്തിന്റെ ഏറ്റവും വലിയ യൂസ് ചെയ്ത് തന്നെയായിരുന്നു. അവസാനം വരെ നമുക്ക് ചിരിക്കാനുള്ള ഒരുപാട് കാര്യങ്ങളുണ്ടായിരുന്നു. കാരണം ത്രില്ലർ പാർട്സ് വരുന്ന സമയത്തായപ്പോൾ നമുക്ക് ഉള്ളിലൊരു സന്തോഷം വരുന്ന ആ സമയത്ത് ഈ ഒരു കാര്യങ്ങൾ കാണുമ്പോൾ തന്നെയാണ്. പിന്നെ ഓൾസോ നല്ലൊരു ക്രൈം ഡ്രാമയും കൂടാണ്. കാരണം ഇതിന്റെ ഒരു വേറൊരു പാർട്ടുകളുണ്ട്. ഐ മീൻ നമ്മൾ മെയിനായിട്ട് നോക്കുന്ന ഉർവശി ജയറാം കോംബോ ആണ്. അതിന്റെ അപ്പുറത്തേക്ക് ഇതിനകത്ത് വേറൊരു പാർട്ടുണ്ട്, ക്രൈം ഇൻവെസ്റ്റിഗേഷൻ പാർട്ടൊക്കെ ഉണ്ട്. അതൊക്കെ നല്ലതായിട്ട് വർക്കൗട്ട് ആയിട്ടുണ്ട്. സാൻഡി മാസ്റ്റർ നന്നായിട്ടുണ്ടായിരുന്നു, മിഷ്കിൻ സാർ നന്നായിട്ടുണ്ടായിരുന്നു, ജയറാമേട്ടൻ്റെ മക്കളായിട്ട് അഭിനയിച്ച ആൾക്കാർ നന്നായിട്ടുണ്ടായിരുന്നു. ഓൾസോ മ്യൂസിക് ആയാലും നല്ല രസമുണ്ട്. നല്ല നമുക്ക് രസമായിട്ട് കണ്ടുകൊണ്ടിരിക്കാൻ പറ്റുന്ന ഒരു പടമാണ്. ഒരു 3 മണിക്കൂർ സമയം നല്ലതായിട്ട് നമുക്ക് നല്ല ഒരു ടൈം സ്പെൻഡ് ചെയ്യാൻ പറ്റുന്ന ഒരു പടം തന്നെയാണ്. ഒരു സെക്കൻഡ് പാർട്ട് വരാനുള്ള സാധ്യത. സെക്കൻഡ് പാർട്ടിന് ഒരു ലീഡ് കൊടുത്തിട്ടുണ്ട്. വരുമായിരിക്കും. നല്ലൊരു ഇതായിരുന്നു. അത് തമിഴ് പടത്തിൽ ഇപ്പോൾ 2 പാടെ ഒരുമിച്ച് വരിക എന്ന് പറഞ്ഞാൽ നല്ലൊരു ഇതന്നെ. എന്നുവെച്ചാൽ പിന്നെ ശാന്തി മാസ്റ്റർ ആയിക്കോട്ടെ, ജയറാമേട്ടൻ എന്ന് പറഞ്ഞാൽ ജയറാമേട്ടൻ്റെ കൂടെ സ്റ്റേജ് വരുമ്പോൾ അറിയാലോ നമുക്ക്. അത്യാവശ്യം നമുക്ക് അതിൽ വർക്കൗട്ടെന്ന് അറിയാം. അതേമാതിരി തന്നെ ഒരു ത്രില്ലിംഗായിട്ട് ഇങ്ങനെ പോകുന്നുണ്ട്. ഈ കൊലയെ സംബന്ധിച്ച് പോകുന്ന സംഭവം നന്നായിരുന്നു. മേക്കിംഗ് ഒക്കെ അടിപൊളിയായിരുന്നു. ഇത് മോഹിനിയായിട്ടൊക്കെ കണ്ട പോലെ അതുപോലെ ഒരു അങ്ങനെ ഒരു ടൈപ്പ് കേട്ടോ. കുഴപ്പമില്ല, നന്നായിട്ടുണ്ട്. കോംബോ എങ്ങനെ ഉണ്ടായിരുന്നു? പണ്ട് അടിപൊളിയാണല്ലോ. അതുപോലെ തന്നെ ക്രിമിനലായിട്ടുണ്ട്. ഉർവശി കിടുപ്പിലായിട്ടുണ്ട്. പിന്നെ മിഷ്കിൻ നല്ല റോളാണ്. ഡയറക്ടർ മിഷ്കിന് അത് നല്ലൊരു ചെയ്തിട്ടുണ്ട്. നന്നായിട്ട് ചെയ്തിട്ടുണ്ട്. നല്ലൊരു കോമഡി ബോറാകാതെ നല്ലൊരു അടിപൊളിയായിട്ട്. ഉർവശിയാണ് സൂപ്പർ. ഉർവശി സൂപ്പറായിട്ടുണ്ട്. അടിപൊളി ഫിലിമാണ്. ഇപ്പോൾ ഒരുപാട് സിറ്റുവേഷൻ കോമഡിയാണ്. ക്രൈമാണ് നടക്കുന്നെങ്കിൽ പോലും പല സിറ്റുവേഷനിലും അവർ പറയുന്നതിലാണ് നമുക്ക് ചിരിക്കാൻ പറ്റുന്നത്. ചെയ്യുന്നതിനെ കാണാൻ ശ്രമിക്കും. അതൊരു ഗംഭീര വർഷങ്ങളിൽ അവരുടെ പോകുമ്പോൾ തിയേറ്ററിലെന്താണ് ഒരുപാട് നമുക്ക് പഴയ സിനിമകളൊക്കെ ഓർമ്മ പറ്റും. അവരുടെ ആ ഒരു സിറ്റുവേഷൻ കോമഡീസും ഇതിനകത്ത് തന്നെ ഉർവശിയൊക്കെ ഗംഭീരമായിട്ടുണ്ട്. വേറെ ലെവൽ. ജയറാമേട്ടൻ്റെ പറയാൻ പറ്റില്ല. തിയേറ്ററിൽ എക്സ്പീരിയൻസ് ശ്രമിക്കാൻ പറ്റും. സാൻഡി മാസ്റ്റർ ആക്കിയാലും അവരൊക്കെ വേറെ ലെവൽ കഥാപാത്രം. സാറായാലും നല്ല രീതിയിൽ പെർഫോം, എല്ലാ കഥാപാത്രം അതിൻ്റെ രീതിയിൽ നല്ല രീതിയിൽ പെർഫോം ചെയ്തു. നല്ലൊരു തിയേറ്റർ വാച്ചില്ലായിരുന്നോ? മസ്റ്റ് വാച്ചാണ്. ജയറാമേട്ടൻ ചേച്ചിയും ചേർന്നിട്ടുള്ള 10-25 ചിത്രങ്ങളിലെ ഒരു അഭിനയിച്ചിട്ടുണ്ട് മലയാളം. അത് തമിഴിലും അവർ വിജയക്കൂടി പാറിക്കുകയാണ്. തീർച്ചയായിട്ടും അവരെ കോംബോ തന്നെയാണ് എടുത്തു പറയേണ്ടത്. പിന്നെ മിഷ്കിൻ സാറായാലും സാൻഡി മാസ്റ്റർ ആയാലും അങ്ങനെ എല്ലാവരും മക്കളായിട്ട് അഭിനയിച്ചവരും എല്ലാവരും നല്ല രീതിയിൽ തന്നെ ചെയ്തിട്ടുണ്ട്. നല്ലൊരു ചിത്രം. ഫാമിലിക്കൊക്കെ പറ്റുമല്ലേ? ഫാമിലിക്ക് കാണാൻ പറ്റിയ ഒരു ഫാമിലി ചിത്രം തന്നെയാണ്. എന്താ കോമഡിക്ക് അമിത പ്രാധാന്യം നൽകാതെ തന്നെ ഒരു ഇൻവെസ്റ്റിഗേഷൻ സ്റ്റോറി നല്ല രീതിയിൽ തന്നെ. ഒരു കുടുംബ ഫാമിലി ഒരു തമാശ പടം. ഒരു ഫാമിലി പടമാണ്. ഫാമിലി ഫോണിലൊരു തമാശ ഒന്നിച്ചൊരു പടം. ഒരു തമാശ മാത്രമേ ഉള്ളൂ. ഒരു ഇടിയെന്ന് അറിഞ്ഞിട്ടില്ല. ഒരു ചെന്നായി കഥ നന്നായി മുമ്പോട്ട് പോകുന്നത് കുറച്ചേ ഉള്ളൂ. പിന്നെ നായകന്മാരായിട്ട് ഉള്ളവരും ശാന്തി മാസ്റ്ററും എല്ലാവരും നല്ല പെർഫോമൻസാണ്. നന്നായിട്ടുണ്ട്. പടം അങ്ങനെ ബോറിംഗ് ഒന്നുമില്ല. നമ്മൾ തുടങ്ങി ലാസ്റ്റ് വരെയും കണ്ടിരിക്കാവുന്നൊരു അത് ചെറിയൊരു കുടുംബത്തിലൊരു ടീം കയറി വരുന്നൊരു സംഭവം. ദൃശ്യത്തിൻ്റെ ഒരു വേറെ ടൈപ്പ്. ദൃശ്യം അല്ലേലും അതിനെ പറ്റിയിട്ട് നടക്കുന്ന സംഭവമാണ്. നന്നായിട്ട് കഥ പറഞ്ഞു കഴിഞ്ഞാൽ പിന്നെ അതിൻ്റെ